എൻ്റെ പൊന്നെ നിങ്ങൾ പെണ്ണുങ്ങളെ ഒന്ന് സാറ്റിസ്ഫൈ ചെയ്യുന്നതിന് മുമ്പ് എൻ്റെ മുന്നേ ഞാൻ മലയാളികൾ എൻ്റെ അപ്പോൾ ഒന്നും പറയാനും വയ്യ, ഒന്നും പറയാതിരിക്കാനും വയ്യ. പറഞ്ഞാൽ കുറ്റം, പറഞ്ഞില്ലെങ്കിൽ കുറ്റം, ഒക്കെ ബുദ്ധിമുട്ട്. ഞാൻ ഒരു പ്രാവശ്യം ഇന്നലെ മിനിഞ്ഞാന്ന് ഒരു കസ്റ്റമർ എപ്പോഴോ വന്നു, ഒരു 2 ആഴ്ച മുന്നെയോ 1 മാസം മുന്നേ വന്നപ്പം വി വർ 10 of us മെയിൻ പീപ്പിൾ സർവിങ്. ആൻഡ് അയാൾക്ക് മാല വരെ ഞാൻ ബോംബെയിൽ നിന്ന് ഓൺലൈൻ കാണിച്ചു കൊടുത്ത് അവിടെ നിന്നുള്ള ആളിനെയൊക്കെ മുട്ടിച്ചു കൊടുത്ത് അവർക്ക് വേണ്ടിയ വടാപലഹാരം, സാരി, ഗിരി, ഡ്രസ്സൊക്കെ ചെയ്ത് കൊടുത്തു. അത് കഴിഞ്ഞു, ആ ദിവസം കഴിഞ്ഞു. പിന്നെ ഒരു പ്രാവശ്യം വന്നു, പിന്നെ വരുന്നെന്ന് പറഞ്ഞു. പിന്നെ വരും. ഞങ്ങൾ ചുമ്മാ ഇരിക്കുകയല്ല, എൻ്റെ ടീം ഈസ് ട്രാവലിംഗ് ഫോർ ദ നെക്സ്റ്റ് സീസൺ. ഞങ്ങൾ ഓരോ ഗല്ലിയിലും ഓരോ ഗോഡൗണിലും താഴെയൊക്കെ നിൽക്കുക. അപ്പോൾ ഇയാൾ വിളിച്ചിട്ട് ചോദിക്കുന്നുണ്ട് എൻ്റെ ഡിസൈനറിൻ്റെ അടുത്ത്, ഞങ്ങളാരും അവിടെ ഇല്ല സാർ. ഇല്ല, കുഴപ്പമില്ല, ഞാൻ മാനേജ് ചെയ്തോളാം. ഇവിടെ വന്നിട്ട് അപ്പോൾ എന്നാ ഞങ്ങളാരും സീറ്റിലില്ല. അപ്പോൾ അങ്ങനെ അത്ര പിടിച്ചില്ല. അപ്പോൾ എല്ലാവരും എപ്പോഴും കാണാൻ പറ്റുമോ? അത് പിടിച്ചിട്ട് ഞാൻ പുറത്ത് എടുക്കാമെന്ന് പറഞ്ഞാൽ അങ്ങനെ കൊടുക്കാനുള്ള സാരി എന്തൊക്കെ എടുത്തിട്ട് വന്നു. പിന്നെയും വന്നു ഇവിടെ. പിന്നെ എന്തിനാ എൻ്റെ അടുത്ത് വരുന്നത്? ഓക്കെ, പിന്നെയും വന്നും കഴിഞ്ഞിട്ട് അപ്പം ബൈ മിസ്റ്റേക്ക് ഞങ്ങളൊക്കെ, അപ്പോൾ അന്ന് എനിക്ക് ഗസ്റ്റ് ഉണ്ട്. വൈകിട്ട് 4 മണിക്ക് ഞാൻ ഉണ്ടിട്ട് തിരിച്ച് ഐ കുഡ് ഗോ ഫോർ 10 minutes. ഞാൻ ഇറങ്ങി, ഇയാൾ വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് പോയി. എന്നോട് പറഞ്ഞിരുന്നു ഇങ്ങനെ ഇത്ര ആൾ പുറപുറ പറഞ്ഞു പുറത്ത് പോയി. ഇപ്പോൾ ആൾ വരുന്നുണ്ട്, മാഡം ഫ്രീ ആണോ എന്ന് ചോദിച്ചു. അപ്പോൾ ആയ സ്ഥിതിക്ക് ഗസ്റ്റ് ആയിരുന്നു തലങ്ങും വിലങ്ങും. ബട്ട് ഐ വാസ് ഫ്രീ അറ്റ് ദാറ്റ് മൊമെൻറ്റ്. ഐ വെൻറ്റ്. അപ്പോൾ കടയിൽ ചെന്നെല്ലൊക്കെ വേണ്ടിയൊക്കെ പ്രത്യേകിച്ചൊന്നും വേണ്ടാണ്ട് ഗൗൺ തയ്ക്കാനുണ്ടായിരുന്നു, അത് കിട്ടണം. സാരി ഏതായാലും നോക്കണം. ഓൾ സെറ്റാണ് അവിടെ. ഗൗണൊക്കെ റെഡി ആവുന്നു, അത്രയേ ഉള്ളൂ. അപ്പോൾ ഞാൻ ചോദിച്ചു, ഈ 10 കൂട്ടി സദ്യ എന്നും പറ്റുമോ സാർ എന്ന് ചോദിച്ചു. ഞാൻ എന്നും പറ്റിയെന്ന് വരില്ല, ഞങ്ങളൊക്കെ പലയിടത്തും കിടന്ന് ജോലി ചെയ്യുക, വിൽ ബി ടഫ് എന്ന് പറഞ്ഞിട്ട് ഞാൻ എൻ്റെ പണിക്ക് ഇറങ്ങിപ്പോയി. ഓക്കെ. അപ്പം ഒരു NRI ആയ ഒരാൾക്ക് ഒരു സംശയം, മാഡം എങ്ങനെ അങ്ങനെ പറയാം? മാഡം കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾക്ക് പലഹാരമൊക്കെ വെച്ച് തന്നുകൊണ്ടാണോ അങ്ങനെ പറഞ്ഞത്? അത് ഞങ്ങൾ അയാൾ കാപ്പി കുടിച്ചില്ല അന്ന് കുറച്ച് നേരത്തേക്ക്. അപ്പോൾ ഇവർ പറഞ്ഞു കൊടുത്ത് 10 കുട്ടി എന്ന് പറഞ്ഞാൽ ഞങ്ങളെയാ. ഒരാൾ അവിയൽ, ഒരാൾ സാമ്പാർ, ഒരാൾ ചോറ്, ഒരാൾ പപ്പടം. ഞങ്ങളെല്ലാവരും കാണത്തില്ലല്ലോ ഒരു ദിവസം. ഇപ്പം ഇതേ 10 കുട്ടി സദ്യ നാളെ 11 മണിക്ക് ഇവിടെ നടന്നു എന്ന് വരില്ല. ആണേ, നിങ്ങൾക്ക് വേറെ തൊഴിലില്ല, നിങ്ങൾക്ക് വേറെ എവിടെയെങ്കിലുമൊക്കെ 10 പേര് പോയി എന്ന് വരാം. ക്യാമറയും കൊണ്ട് ഒരാൾ എങ്ങോടോ, ഒരു എഡിറ്റർ അന്ന് ലീവ്, വേറൊരാൾക്ക് വീക്കിലി ഓഫ്, വരുമോ വരത്തില്ലയോ? അപ്പോൾ 10 കുട്ടി സദ്യ 4 പേര് 4 പെണ്ണുങ്ങളെ സീറ്റ് കാണുള്ളൂ. അപ്പോൾ എനിക്കിഷ്ടപ്പെട്ടില്ലെങ്കിലോ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അതാണ് അവസ്ഥ. അത് പറഞ്ഞാൽ പോലും മനസ്സിലാവത്തില്ല. അത് പറഞ്ഞാൽ എന്തുകൊണ്ട് പറഞ്ഞു എന്നായി. 10 കുട്ടി സദ്യ എന്നെയാണ് പറഞ്ഞതേ, പറഞ്ഞു കൊടുത്തു, മനസ്സിലായി. മലയാളികളെ ഇപ്പൊ തൃപ്തിപ്പെടുത്താൻ വളരെ പാടാണെന്നാണോ ഉദ്ദേശിക്കുന്നത്? ആസ് എ കസ്റ്റമർ അല്ല, അങ്ങനെ പറഞ്ഞാൽ കുറ്റം, ഇങ്ങനെ പറഞ്ഞാൽ കുറ്റം, കുറ്റം, പറഞ്ഞില്ലെങ്കിൽ കുറ്റം, വന്നാൽ കുറ്റം, പോയാൽ കുറ്റം, അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ യു ടേക്ക് ഇറ്റ് ഓർ ലീവ് ഇറ്റ്. ചിലർക്ക് സന്തോഷമാണ്. ഇപ്പം മിക്കവാറും എല്ലാവർക്കും സന്തോഷമാണ്. പിന്നെ പെണ്ണുങ്ങളുടേതായ പ്രശ്നം എല്ലാം ഉണ്ട്. ഈഗോ, പ്രസ്റ്റീജ്, അവരെ വേ ഫ്രം വൈ ദേ ആർ ടോക്കിംഗ് ലൈക്ക് ദാറ്റ്. സൈക്കോളജി തൊട്ടെല്ലാം നമുക്ക് അവിടെ ആ പോയിന്റിൽ മനസ്സിലായില്ലേ നിൽക്കാൻ പറ്റത്തില്ല. ഒരു നേരെ ക്യൂറ്റിൽ നിന്ന് വന്ന് അന്ന് ലാൻഡ് ചെയ്ത് കാണും. ഇല്ല, ഞാൻ ഈ ഫ്ലാറ്റിൽ നിന്നാ, ഇയാൾ അപ്പുറയിൽ നിന്നാ, ഇയാൾ ഇപ്പുറം എന്നൊക്കെ പറഞ്ഞു എല്ലാം കഴിഞ്ഞിട്ട് അപ്പം മറ്റ് 2 കപ്പിളാണ്. ഒരു സ്ത്രീ പറഞ്ഞു, അല്ല ഇപ്പം ഇദ്ദേഹം ക്യൂറ്റിൽ നിന്ന് ഇന്നലെയാണ് വന്നത്. തീർന്നോ സംഗതി പൊളിഞ്ഞേ? അത്ര നേരെ വേണ്ടു. പിന്നെ ആരെ കണ്ടാലും ഞാൻ പെട്ടെന്ന് ഗേജ് ചെയ്യും, NRI ആണോ അല്ലയോ. നിങ്ങൾ എന്തൊരു വേഷം കെട്ടിയിട്ട് വന്നാലും നമ്മൾക്ക് മനസ്സിലാവും. ടേസ്റ്റ് വേരീസ്, ആവശ്യം വേരീസ്. അപ്പോൾ അതിനനുസരിച്ച് നിൽക്കാനായിട്ട് ചോദിക്കുന്നത് എനിക്ക്. ഐ ഡോണ്ട് മൈൻഡ് ഫ്രം വെയർ എവർ യു ആർ കമ്മിങ്. സപ്പോസ് യു ആർ ബാംഗ്ലൂർ bred, your taste will be different. Suppose you come from Tiruvalla, now living there, your taste is different. Even if you say you are from Tiruvalla, if you are from Canada, yet your taste is different. അപ്പോൾ അതെനിക്ക് മനസ്സിലാൻ വേണ്ടിയിട്ട് ചോദിക്കുന്നത്.